ഇന്നാണ് എനിക്കൊരു മാധ്യമപ്രവർത്തക ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പുസ്തകത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് എൻ്റെ വിശ്വാസപൂർവ്വമെന്നോ എങ്ങാണ്ടാണ് അതിന് പേരിട്ടേക്കുന്നത്. ഈ വിശ്വാസപൂർവ്വത്തിൽ ഒരു പേജ് അയച്ചെന്നു. ആ പേജ് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. ഈ കമാൽ പാഷ സ്പെഷ്യൽ ജഡ്ജ് CBI ആയിരുന്ന അന്ന ആളെ ഗൂഢാലോചന നടത്തി, ഞാൻ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ പ്രതിയാക്കിയെന്നാണ് അത് എഴുതി വച്ചേക്കുന്നത്. ഈ ഗൂഢാലോചനക്കാരനെ ഉണ്ടല്ലോ, വളരെ ആദ്യം എനിക്ക് അന്ന് എനിക്ക് എന്നെ ഇത്രയും എൻ്റെ ഇട്ട് ഓടിച്ചെനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹം എന്നെ പതുക്കെ ഇങ്ങോട്ട് സമീപിച്ച് എന്നെ കണ്ട് കേട്ടോ, വന്നിട്ട് പറഞ്ഞ് എൻ്റെ സ്ഥാപനത്തിലേക്ക് ഒന്ന് വരണം. ഞാൻ പറഞ്ഞു എനിക്ക് അത് അങ്ങോട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ വേണ്ട, അവിടെ വരെ വരണ്ട, ഇവിടെ കാക്കനാട് ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയി. പിന്നെ ഒരു 3-4 തവണ നിർബന്ധിച്ച് എന്നെ വിളിച്ച് ഈ കാക്കനാട് ഇവർക്കൊരു സ്ഥാപനമുണ്ട്, ഒരു കുഴിയിലോട്ട് പോയി ഇറങ്ങണം. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, ഞാൻ ഒരു തവണയെ പോയിട്ടുള്ളൂ. അവിടെ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ഞാൻ ചെന്ന് അപ്പോൾ നമ്മുടെ കാന്തപുരം ഉണ്ട്, വേറെ കുറേ ആളുകളൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഒരു മീറ്റിങ്ങിനകത്ത് കേട്ടോ, അതിനകത്ത് ഞാനത് ഇദ്ദേഹം അധ്യക്ഷന്, ഞാൻ ഉദ്ഘാടനമായിട്ട് എന്നെ നിർബന്ധമായിട്ട് വിളിച്ചുകൊണ്ട് പോയി പ്രസംഗിപ്പിച്ചതാണ്. അത് കഴിഞ്ഞ് എന്നെ പിന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്നത് അവിടെ മർക്കസ് കോഴിക്കോട്, ഇദ്ദേഹത്തിൻ്റെ പേരുള്ള സംഘടനയുടെ ആന്നാ പറയുന്നത്, സംഘടനയാണെന്ന് ഇദ്ദേഹത്തിൻ്റെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. മർക്കസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലോ കോളേജ് അടിവാരത്ത്, നമ്മുടെ വയനാട്ടിൽ പോകുന്ന വഴിക്ക് ഭാഗത്ത് ഉണ്ട്. ഇവിടെ രണ്ടിടവും ഞാനൊന്ന് ചെല്ലണം. ആ ലോ കോളേജിലെ നിർബന്ധമായിട്ട് ഞാൻ പോയി കുട്ടികൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കൂടെ പോയി ഒന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലോയുമായിട്ട് ബന്ധപ്പെടുന്നതായതുകൊണ്ട് എന്നെ നിർബന്ധം ഞാൻ ചെല്ലുമെന്ന് കണ്ടുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അലിഗേഷൻസ്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ 2 സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ഉള്ളതായിട്ട് മനസ്സിലായതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ പോയി കയറത്തില്ല. ഞാൻ അങ്ങോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. ഞാനത് പോകത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പോഴും ഇതും ഞാൻ പറയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം വന്നുകൊണ്ട് പറയാനിടയായതാണ്. ഞാൻ പോയിട്ടില്ല. എന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട് അവിടെ ചെല്ലാൻ, ഞാൻ പോയിട്ടില്ല. സത്യമാണ്. പോയിട്ടുണ്ടെങ്കിൽ അവിടെ പറയട്ടെ, ഞാൻ അവിടെ ചെന്നിട്ടുണ്ടെന്ന്. ഞാൻ പോയിട്ടില്ല. ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ഹുബ്ബു റസൂൽ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം നടത്തും ഓരോ വർഷം തോറും. വലിയ ഒരുപാട് ആളുകളെയൊക്കെ സ്റ്റേജിൽ വിളിച്ചിരുത്തി അതിനകത്ത് രാഷ്ട്രീയക്കാരും അവരെല്ലാം കാണും. അതിനകത്ത് ഞാൻ ഇരിക്കാനായിട്ട് എന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. അത് കൂടാതെ ഒരു 4 ദിവസം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരാളെ കൊണ്ട് ഇവിടെ എന്താ കല്ലറ ഉസ്താദ് എന്ന ഏതാണ്ട് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ നടത്തിപ്പാരാണ്. അയ്യോ, അവിടെ ഉസ്താദ് വരുന്നുണ്ട്, കാന്തപുരം ഉസ്താദ് വരുന്നുണ്ട്, സാറുമായിട്ട് ഒരു മീറ്റിംഗ് വേണം, അത്യാവശ്യമാണ്, ഒന്ന് കാണണം, ഒന്നിച്ചൊരു മീറ്റിംഗ് നടത്താനാണ്. അങ്ങനെ ഇന്നോ ഒക്കെ സൗകര്യം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല, സമയമില്ല, നേരത്തെ ആ പ്രോഗ്രാമൊക്കെ ഏറ്റുപോയതാണ്, എനിക്ക് വേറെ മാർഗ്ഗമില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ വിളിച്ച ആൾ വിളിച്ചേക്കുന്നത് എന്താണ്, എൻ്റെ അടുത്ത് ഈ പണിയും കാണിച്ചു വെച്ചിട്ടാണ് വിളിച്ചേക്കുന്നത്. അത് നോക്കിക്കോണം, അദ്ദേഹത്തിൻ്റെ ആ ആത്മാർത്ഥത എന്താണെന്ന് കണ്ടോണം. ഇതേക്കുറിച്ച് എന്നെക്കുറിച്ച് ഇതുപോലെ മോശമായ അലിഗേഷൻ എഴുതിയിട്ട് അത് മുസ്ലിം ലീഗുകാർ ഇദ്ദേഹത്തിൻ്റെ ഏതാണ്ടൊക്കെ പിടിച്ചു പറിക്കാൻ പോയെന്നോ ഒക്കെ അത് എഴുതിയിട്ടുണ്ട്. എൻ്റെ അർത്ഥം ഞാൻ ഏതാണ്ട് മുസ്ലിം ലീഗുകാരനാണെന്നുള്ളത് കണക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചേക്കുന്ന മുസ്ലിം ലീഗിനെ ആയിരിക്കും. ഞാൻ ലീഗുകാരനൊന്നും അല്ല, എനിക്ക് മുസ്ലിം ലീഗുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഞാൻ ഈ നേരത്തെ മറ്റേ ഹൈദരാലി ശിഹാബ് തങ്ങളുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്, കാരണം കാണാനിടയായിട്ടുണ്ട്. ഞാൻ ഈ കോളേജുകളുടെ അസോസിയേഷൻ ഉണ്ടല്ലോ, ഇസ്ലാമിക് കോളേജസിൻ്റെ അസോസിയേഷൻ, അതിൻ്റെ അഡ്വൈസറി ബോർഡിൽ മെമ്പറായിരുന്നു ഞാനും അദ്ദേഹവും, മെമ്പേഴ്സായിരുന്നു. അങ്ങനെ ഞാൻ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഇവരുമായിട്ടൊന്നും യാതൊരു അടുപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവരെന്തോ ഒരു അനാവശ്യം കാണിച്ചപ്പോൾ ഞാൻ അതിനെ ക്രിട്ടിസൈസ് ചെയ്തു. ഒരു മുസ്ലിം പെൺകുട്ടിയെ സ്റ്റേജിൽ കയറാൻ വയ്യ, അതിന് തെറി പറഞ്ഞു കേട്ടോ, അവിടെ ഇറക്കി വിട്ടു ആ കുട്ടിയെ. അതിനെ ഞാൻ ശരിക്കും ക്രിട്ടിസൈസ് ചെയ്തു. കാരണം എൻ്റെ സ്വഭാവത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തപ്പം സാറ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് അതുകൊണ്ട് എന്താ വേണം നിങ്ങൾക്ക്? അല്ല അതിപ്പം സാർ ഇത് തുടരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ തുടരുന്നില്ല.
കാരണം എന്നെ പേർക്ക് വേണ്ടത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പറ്റിയവനല്ല. കാരണം ഞാൻ ഇതുപോലുള്ള വർത്തമാനം ഞാൻ പറയും കേട്ടോ. ആ രീതിയിലുള്ള ഇടപാടേ എൻ്റെ ഇന്ന് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഞാൻ കാശൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ ഇതിന്. എൻ്റെ സന്നദ്ധ സേവനം ഞാൻ നടത്തി, മനസ്സിലായില്ലേ? ഏതാണ്ട് ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു. ഒരുപാട് കോളേജുകളിൽ എന്നെ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അവിടെ പോയി ക്ലാസ് എടുക്കുന്നത് പോലെ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികൾ ചോദ്യമൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. വിദ്യാർത്ഥികളൊക്കെ ആണുങ്ങളാണ് എല്ലാം കൂടുതൽ ഞാൻ പോയിട്ടുള്ളത്. ഗേൾസിന് മാത്രമുള്ള കോളേജുകളിലും പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനത് അവസാനം ഞാൻ പറഞ്ഞ് എനിക്കിത് താല്പര്യമില്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ എന്നെ അങ്ങ് പുറത്തയക്കോ. അല്ല സാറ് രാജി ചെയ്ത് എനിക്ക് സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞു. രാജിയൊക്കെ എനിക്ക് വേണ്ട, നിങ്ങൾ എന്നെ എടുക്കണ്ട, ഞാൻ വരുന്നില്ല, കാര്യം തീർന്നല്ലോ. ഈ രീതി പറഞ്ഞ് ഞാൻ പോയിട്ട് കളഞ്ഞതാണ് ഞാൻ. അപ്പോൾ അതാണ് ഈ മുസ്ലിം ലീഗുകാരുമായിട്ട് ചേർന്ന് ഗൂഢാലോചന നടത്തി ഏതാണ്ട് രാഷ്ട്രീയം ഉണ്ടാക്കിയെന്നായി പറയുന്നത്. എനിക്കറിയത്തില്ല എന്തുവാണെന്ന്. ഇതിനകത്ത് ഗൂഢാലോചന ആ കേസിനകത്ത് അദ്ദേഹത്തിനെതിരെ നടന്നെന്ന് എനിക്കറിഞ്ഞൂടാ. അതെൻ്റെ വിഷയമല്ലായിരുന്നു. ആ കേസിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ ഞാൻ പ്രതിയാക്കിയത് ശരിയാണ്. അതിന് ഏത് മോനായാലും ഞാൻ പ്രതിയാക്കും. അതിന് എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഞാൻ ആ നിയമാനുസരണം തന്നെ ചെയ്തിട്ടുള്ളൂ. അത് നിയമമാണ് എന്ന് പിന്നീട് സുപ്രീം കോടതി മറ്റൊരു വിധിന്യായത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അതിപ്പോഴാ വിധിന്യായമാണ് നിൽക്കുന്നത്. ഇപ്പം അത് അത്രയും നന്നായിട്ട് ചെയ്തപ്പോൾ എൻ്റെ കൂടെ അന്ന് ബെഞ്ച് ക്ലാർക്കായിട്ടിരുന്ന ആൾ പിന്നെ ജുഡീഷ്യൽ സർവീസിലായിരുന്നു, ശശി. അദ്ദേഹം പിന്നെ എം ആർ ശശി സബ്ജക്റ്റായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എം ആർ ശശിക്ക് നേരിട്ട് അറിയാവുന്ന സംഭവങ്ങളായത് മുഴുവൻ. കാരണം അന്നുള്ള എൻ്റെ ആ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്നെ ഇട്ട് ഓടിക്കുന്ന പരിപാടി ഇവരെല്ലാം കണ്ടേക്കുന്നതാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ, അഫെക്ഷൻ ഓർ ഇൽവിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓത്തൊക്കെ എടുത്ത് നമ്മൾ ചെല്ലും. പക്ഷേ ഈ ഓത്തൊക്കെ എടുത്ത് ചെല്ലുന്നവൻ കാണെ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ട് ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഹൈക്കോടതി ജഡ്ജി ആയിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാൻ ആരുമില്ല, അത് കഴിഞ്ഞാണെങ്കിൽ എനിക്ക് പ്രശ്നം വരത്തില്ല. പക്ഷേ ഹൈക്കോടതി ചെല്ലുന്നത് വരെ ഹൈക്കോടതി എന്നെ നോക്കാനുണ്ട്. അതാണ് എൻ്റെ പ്രശ്നം ആയിരുന്നു. ഞാനൊന്നും ചെയ്തതല്ല, പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായത് അതിൻ്റെ കൂടെ ആർക്കെങ്കിലും ഒരു വിരോധം തോന്നിയാൽ മതി, ഒരു അസൂയോ കുശുമ്പോ ഒന്നും തോന്നിയാൽ മതി, നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്ത് കളയും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വളരെ അത്രത്തോളം പേറ്റൻ്റായിട്ട് എന്നെ ഉപദ്രവിച്ചവരെല്ലാം അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ ഒന്നും പറയുന്നില്ല. ബാക്കി അത് സാരമുണ്ടല്ല, കാരണം മനസ്സറിയാത്ത കാര്യത്തിനാണ്, ഒന്നും ചെയ്തതല്ല. അത് ഈ കേസ് മാറ്റാൻ വേണ്ടിയാണ് ഇത്രത്തോളം പണിഞ്ഞത്. അപ്പോൾ ഇത്രത്തോളം പിടിപാടും ഇതേപോലെ നെറ്റ്വർക്കുമുള്ള ആൾക്ക് ഏത് കേസും അവർക്ക് ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാനീ പറഞ്ഞത്. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ ചേകന്നൂർ കേസ് പിന്നെ എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മുമ്പിലെ ഒരു ഓർഡർ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിനെ പിന്നെ ഫോളോ അപ്പ് എന്ന് പറയുന്ന പരിപാടി എനിക്കില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് പോവും. അല്ലാതെ എനിക്ക് അതെന്തായി പിന്നെ ബാക്കി എന്തായി എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ആരെയോ ഒരാളെ അതിനകത്ത് CBI സ്പെഷ്യൽ കോർട്ട് ശിക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. അത് പിന്നെ എന്തായെന്ന് എനിക്കറിയില്ല. അതേ എനിക്കറിയാവുള്ളൂ, ബാക്കിയൊന്നും എനിക്കറിയില്ല. അതാണ് അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ബാക്കിയുള്ളവരൊക്കെ അതിൽ നിന്ന് എല്ലാവരെയും വെറുതെ വിട്ടു. അന്നും വേറെ ആരെയും ഐഡൻറ്റിഫൈ ചെയ്തില്ല അവർ. എനിക്ക് ഓർമ്മയുണ്ട്, ആകെ ഈ ഒരാളെയാണ് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്ത്. മറ്റൊരാളെ അവർ ഈ സംശയം അവർ പറഞ്ഞതേ ഉള്ളൂ. ആ പ്രതിയുടെ പേരിലായിരുന്നു അലിഗേഷൻ യഥാർത്ഥത്തിൽ ചാർജ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് അവർ സംശയം പറഞ്ഞുള്ളൂ, അവർ ഉറപ്പ് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ പേര് അവർ ആദ്യം മുതൽ അവസാനം വരെയും അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അത് മുഴുവൻ ആ ചീഫ് എക്സാമിനേഷന് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല, അത് യഥാർത്ഥത്തിൽ തെളിവല്ല. കാരണം ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ തെളിവുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തെളിവൊന്നുമല്ല, ഇത് ആരോപണമാണ്. തെളിവിൻ്റെ സ്റ്റേജ് വരുന്നതേ ഉള്ളൂ. പിന്നെ അദ്ദേഹം വന്ന് ഈ വിറ്റ്നസിനെ ക്രോസ് എക്സാമിൻ ചെയ്ത് അത് എന്തെങ്കിലും കഴിഞ്ഞ് മാത്രമേ വിശ്വാസ്യതയുള്ള തെളിവായിട്ട് മാറുള്ളത്, ഇല്ലാതെ തെളിവാകത്തില്ല. വെറും ആരോപണങ്ങൾ മാത്രം, അതേ ഉള്ളൂ. അതെ. പിന്നെ ഇതിന് എനിക്ക് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് കാന്തപുരം മുസ്ലിയാരുടെ പേര് ഗൂഢാലോചന നടത്തിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഞാൻ ആരുമായിട്ട് ചേർന്ന് ഗൂഢാലോചന നടത്താനാ?
എന്നെ ഇനി ഗൂഢാലോചന നടത്തി എനിക്ക് ഇവരെ എന്തെങ്കിലും എടുത്ത് തരുമോ? എന്നെ അങ്ങ് ഇന്ത്യൻ പ്രസിഡന്റൊന്നും ആക്കത്തില്ലല്ലോ ഇവരാരും. അല്ല ഞാൻ ഈ ഇത് അത് മാത്രമല്ല, ഞാൻ ഇന്നും മുസ്ലിം ലീഗിൻ്റെ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ഞാനൊന്നും വാങ്ങിക്കാൻ തയ്യാറും അല്ല. അവർക്കെതിരെ പറഞ്ഞിട്ടുള്ളതല്ലാതെ അവർക്ക് അനുകൂലം പറഞ്ഞേക്കുന്നത് വളരെ കുറച്ച് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. പറയാനേ ബാക്കി ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തേ അവരെ ആയിരിക്കും. അവരെ നേതൃത്വത്തിനെയൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ആ വിരോധമേ ഉള്ളൂ. അല്ലാതെ ഞാൻ പിന്നെ എനിക്ക് ഈ വഴക്കും പ്രശ്നം ഉണ്ടാക്കാൻ ഈ കാന്തപുരം മുസ്ലിയാർ എന്ന് പറയുന്ന ആളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. എനിക്ക് ഐ ഡു നോട്ട് കെയർ ഹിം. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഈ ട്രൈബൽസിൻ്റെ എതിരെ പോകേണ്ട കാര്യം എനിക്കില്ല. ഇത് ഞാൻ മറുപടിയും പറയത്തില്ലായിരുന്നു. പക്ഷേ ഇല്ലാതിരുന്ന ഒരു കാര്യം, ഞാൻ കളഞ്ഞിരുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച റെക്കോർഡാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ സർവീസ് സ്റ്റോറി എഴുതുന്നുണ്ട്, എഴുതി തീർന്നു വെച്ചേക്കാണ്. ഇനി അത് എഡിറ്റ് ചെയ്ത് പ്രസ്സിലോട്ട് പോയാൽ മതി, അതേ ഉള്ളൂ. മലയാളത്തിൽ എഴുതി ഇംഗ്ലീഷ് വരുന്നുണ്ടത്, ബൈലിംഗ്വലായിട്ട് വരും. അതിനകത്ത് ഞാൻ അതിനകത്ത് ഇത്രയേ ഉള്ളൂ: ഞാൻ ധീരനാണ്, വിവാദ പുരുഷനല്ല എന്നാണ് അതിൻ്റെ പേര്. ഐ ആം ബോൾഡ് ബട്ട് നോട്ട് കോൺട്രവേഴ്സ്യൽ എന്ന് എന്നെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം എഴുതിയ ഫ്രണ്ട് പേജിൽ എഴുതിയ ഹെഡിങ് ഉണ്ട്. അതാണ് ഞാൻ ആ പുസ്തകത്തിനിട്ടേക്കുന്ന പേര്. അതിനകത്ത് ഞാൻ ഒരുപാട് കേസുകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇത് ഞാനൊരു മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യായമായതുകൊണ്ട് ഞാനിതങ്ങ് കളഞ്ഞ്. മാത്രമല്ല അത് അദ്ദേഹത്തിനൊരു പേരുദോഷം ആവണ്ട എന്ന് കരുതി ഞാൻ എഴുതിയിട്ടില്ല. പക്ഷേ ഇതിൽ വന്ന സ്ഥിതിക്ക് ഇനി ഞാനത് എഴുതും. അതതിനകത്ത് കാണും, അത് കാണും, കഥ മുഴുവൻ അതിൽ കാണും, അത് നടന്നേക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അതിൽ കാണും.